ഇന്നത്തെ വേദഭാഗത്തിലെ പ്രധാന ആശയം നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടീഷനൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. ഇതാരോട് പറഞ്ഞതാ? തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാ. ഞാൻ നിങ്ങളെ എപ്രകാരം സ്നേഹിച്ചുവോ അപ്രകാരം നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ ഇന്നും നമ്മോട് ആവശ്യപ്പെടുന്ന വലിയൊരു സന്ദേശമാണ്, ആവശ്യമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ, പരസ്പരം സ്നേഹിക്കുവിൻ. ഇതൊരു സാധാരണ സ്നേഹമല്ല. നമുക്കൊക്കെ സ്നേഹത്തിന് അളവുകോലുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഹൃദയത്തിൽ തൊട്ട് ഉത്തരം പറയണം. നിങ്ങൾക്ക് 4 മക്കളുണ്ട്, അല്ല പോട്ടെ 2 മക്കളുണ്ട്. ആ 2 മക്കളെയും ഒരുപോലെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ എന്തുത്തരമാ പറയുന്നത്? ആണെന്ന് പറയില്ലേ? പോട്ടെ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഒരു 4 മക്കളുണ്ടായിരുന്നു. നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തത്. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും 4 മക്കളുണ്ടായിരുന്നു. 4 മക്കളെയും നിങ്ങളുടെ അപ്പനും അമ്മയും ഒരുപോലെയാണോ സ്നേഹിച്ചത്? അവിടെ ഒരു ഉത്തരവില്ല. അവിടെ ഒരു ഉത്തരവില്ല. അത് യഥാർത്ഥമായിട്ടൊരു പരിശോധന നടത്തി നോക്കിക്കേ. അപ്പൊ നമുക്ക് എന്ത് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം. ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ മക്കളെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. മേപ്പോട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അല്ല, എൻ്റെ സഹോദരങ്ങളെ ഒരുപോലെയല്ല എൻ്റെ അപ്പനും അമ്മയെ സ്നേഹിച്ചത് എന്ന്. പ്രിയമുള്ളവരെ, സ്നേഹത്തിന് നമുക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ട്, പാരഫെർണേലിയാസ് ഉണ്ട്. നാം ഒക്കെ കുറെ അളവുകോൽ നമുക്ക് വെച്ചിട്ടുണ്ട് സ്നേഹത്തിന്. എന്നാൽ യേശു തമ്പുരാൻ നമ്മോട് പറയുന്നത്, നിങ്ങളുടെ സ്നേഹം കർത്താവ് സ്നേഹിച്ചതുപോലെ ആയിരിക്കണം. നിങ്ങളുടെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിപ്പിൻ എന്നുള്ള വലിയൊരു ആശയമാണ് കർത്താവ് പറയുന്നത്. സ്നേഹത്തിൻ്റെ മാനദണ്ഡം നാം വയ്ക്കുകയാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കും, അല്ലേ? എന്നോട് ഇഷ്ടമുള്ളവരോട് നമുക്ക് താല്പര്യമുണ്ടാകും, അല്ലേ? ഇവിടെ 3 അച്ഛന്മാരുണ്ട്. 3 അച്ഛന്മാരോട് നിങ്ങളുടെ സ്നേഹം എങ്ങനെയാകുന്നു എന്നൊന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടോ എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മളവിടെ വയ്ക്കുന്നത്. നമ്മെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കും. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ബോസ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, പലരുണ്ട്. അവരുള്ളതായ സ്നേഹം എല്ലാവരോടും ഒരുപോലെയാണോ? അല്ല. ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കും. അതാണ് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് പഠിപ്പിക്കുന്നത് അതല്ല. കർത്താവ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പീൻ. അതാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, തന്നെ ഉപദ്രവിച്ചവരെ താൻ സ്നേഹിച്ചതുപോലെ, കരുതിയതുപോലെ, തന്നെ തള്ളിപ്പറഞ്ഞവനെ താൻ ചേർത്ത് നിർത്തിയതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന്. അതിൻ്റെ മാനദണ്ഡം ഇതാണ്: തൻ്റെ ക്രൂശെടുത്ത് തന്നെ
അനുഗമിക്കുക. പറഞ്ഞാൽ കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ തനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹം പങ്കിടുക എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചാൽ എന്താ നിങ്ങളുടെ പദവി? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഇവിടെയാണ് ഒരു ചോദ്യം. ഇനി അങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ പെടുമോ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ആ സ്നേഹം നിങ്ങളിലുണ്ട് എങ്കിൽ, എന്നിലുണ്ട് എങ്കിൽ, നിങ്ങളിലുണ്ട് എങ്കിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആയിത്തീരും എന്നുള്ളത്. എനിക്കെല്ലാം ഉണ്ടായിരുന്നിട്ടും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ 60, 70, 80, 90, 100 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവിതത്തിൽ മറ്റുള്ളവരോട് വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? കർത്താവ് പഠിപ്പിക്കുന്നു, നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ല വെറുപ്പുമുള്ളതായിട്ട് നീ ഓർത്താൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി നിന്റെ സഹോദരനോട് നിരപ്പാവുക, പിന്നെ വന്ന് നിന്റെ ബലിയർപ്പിക്കുക എന്ന കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും കാലം നമ്മുടെ മനസ്സിൽ നിന്ന് കഴിയണം. നിങ്ങളുടെ മനസ്സിൽ ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുന്നവർ മനസ്സിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പോഴും പൊറുക്കുവാൻ കഴിയാത്ത വെറുപ്പോ വേദനയോ മനസ്സിലുണ്ടോ? ആരോടെങ്കിലും പൊറുക്കുവാൻ കഴിയാത്ത വെറുപ്പോ വേദനയോ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ വേദനകൾക്ക്, ശാരീരികമായ വേദനകൾക്ക് കാരണം ആ വെറുപ്പാണ്. നിങ്ങളുടെ രോഗത്തിന് കാരണം ആ വെറുപ്പാണ്. ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമുണ്ടെന്ന് വെക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമുള്ളൂ. ഞാൻ ആ വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ എൻ്റെ മനസ്സ് പുണ്ണാക്കി ഞാനൊരു രോഗിയായി തീരും. എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. അപ്പം ഈ ലോക ജീവിതത്തിൽ അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും പകയും കളഞ്ഞ് സൃഷ്ടായുസ് സ്നേഹത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. ത്യാഗം സ്നേഹത്തിൻ്റെ ഒരടയാളമാണ്. ക്രൂശിലെ ത്യാഗത്തോളം സഹിച്ചതായ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് ത്യാഗം എന്ന് പറയുന്നത്. ഒരിക്കൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി നാം മറക്കരുത്. മനുഷ്യ സ്നേഹം എപ്പോഴും ഇമോഷനില് അല്ല കണ്ടീഷനിലാണ്. അതായത് വികാരത്തിന്റെ
ആ അടിസ്ഥാനത്തിലാണ് മനുഷ്യ സ്നേഹം വികാരപരമാണ്. അതെപ്പോഴും സ്ഥിരമല്ല, അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്നേഹം മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് കുറച്ചുപേരുടെ സ്നേഹം ഉണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ കമ്മിറ്റിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ സമാജത്തിന്റെ ഗ്രൂപ്പിൽ വരുമ്പോൾ അവരോടായിരിക്കും സ്നേഹം. പഴയപോലുള്ള സ്നേഹം മറക്കും. അതല്ല ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്ഥായിയായ ഒരു സ്നേഹത്തിന്റെ സഹനമുള്ള സ്നേഹത്തിന്റെ ഉടമകളായിട്ട് ഞാനും നിങ്ങൾക്കും, എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാൻ കഴിയണം. എന്നെ സ്നേഹിക്കുന്നവരെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂവോ എന്നുള്ളൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം. രണ്ടാമത്, എന്നെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മോട് ചോദിക്കേണ്ടതാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ സ്നേഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ വേദനയിൽ പങ്കാളികളായി സ്നേഹം പ്രകടിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? കർത്താവ് പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു എന്ന് എല്ലാവരും അറിയും. ഇതാ പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു എന്ന് എല്ലാവരും അറിയും എന്നാണ്. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ പഠിപ്പിച്ച ആ സ്നേഹത്തിലൂടെ ജീവിക്കുവാൻ, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കും.